Good morning. Good evening. താങ്ക് യു. നമുക്ക് ഒരവസരം കൂടെ ദൈവം ഇങ്ങനെ പ്രദാനം ചെയ്തതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഈ സമയങ്ങൾ നോക്കിയാൽ വളരെ കലുഷിതമായ ഒരു സമയത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ അമേരിക്കയിലെ സെപ്റ്റംബർ 11, 2025 ആണ്. 9/11 നമ്മൾ 9/11 എന്ന് പറയും. അത് 24 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 4 പ്ലെയിൻ അവിടെ ഇസ്ലാമിക് ടെററിസ്റ്റ് കൈയടക്കി. 2 ആധുനിക സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്ന ആ വേൾഡ് ട്രേഡ് സെന്റർ, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എത്രയോ ഒരു സർവനാശമാണ് ചെയ്തത്. 3000 ആൾക്കാരെ ഇരുന്ന ഇരിപ്പിൽ 1 മണിക്കൂറിനകം കൊല്ലപ്പെട്ടു പോയി. പുതുതായിട്ട് വിവാഹം കഴിച്ചവരും കുഞ്ഞുങ്ങളുണ്ടായവരും അങ്ങനെ എത്രയോ ദുർഭാഗ്യകരമായ കഥകളാണ്, ഹൃദയം പൊട്ടിക്കുന്ന കഥകളാണ് നമ്മൾ കേൾക്കുവാനുള്ളത്. വളരെ പൈശാചികമായ ഒരു പ്രവർത്തനമായിരുന്നു അത്, നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഇന്നലെ നടന്ന സംഭവം, 31 വയസ്സുള്ള ചാർലി കെർക്ക് എന്ന് പറയുന്ന ആ ക്രിസ്തീയ യുവാവിനെ ആരോ വെടിവെച്ച് കൊന്നു. അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നാളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുമായിരിക്കും. അതിന് നോക്കിയാല് ഇവിടുത്തെ അമേരിക്കയിലെ സർവകലാശാലകളെല്ലാം തന്നെ ബൈബിൾ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങിയതാണെങ്കിലും ഇവിടുത്തെ സമൂഹം ക്രമേണ അവർ ലിബറലായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്ന് അത് പോയിട്ട് അത് ഇപ്പം മുസ്ലിങ്ങളും സോഷ്യലിസ്റ്റുകാരും ലിബറൽസും അത് കൈയടക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 17-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തില് മഹദിയം ബാബിലോണ് വ്യാജസഭയെ കുറിച്ചാണ് പഠിച്ചത്. ആ വ്യാജസഭയെ കുറിച്ച് നമ്മൾ പഠിച്ചത് അതിന്റെ മർമ്മം സോഴ്സറി, വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ഡീമൺ പൊസഷൻ, ക്ഷുദ്രവും പൈശാചിക പൊസഷനും ഇതെല്ലാം ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ അത്തിച്ചു കൂടിയിരിക്കുന്ന ഈ വ്യാജസഭ എന്ന് പറയുന്നത് ആദ്യം അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം അവർ തന്നെ ആ സഭയ്ക്കെതിരായിട്ട് തിരിഞ്ഞ് ആ വ്യാജസഭയെ, ആ മഹദിയ മത ബാബിലോണിനെ നശിപ്പിക്കും. അതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ തന്നെ അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭയങ്കര ഈ കലാപങ്ങളെല്ലാം തന്നെ. പൈശാചിക ശക്തി ആദ്യം മുതലേ ഉണ്ടായിരുന്നു, ഏതം തോട്ടം മുതലേ നമുക്കറിയാം. അതുപോലെ ലോകത്തിൽ അധർമ്മം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ വചനത്തിൽ പറയുന്നത് അന്ത്യകാലത്ത് അത് വർദ്ധിക്കുമെന്നുള്ളതാണ്. അതിന്റെ വർധന ഈ 2000 കൂടെ തുടങ്ങിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗങ്ങളാണ് ഇപ്പം ഈ അമേരിക്കയുടെ പ്രാന്ത പ്രദേശങ്ങളെല്ലാം പൈശാചികനാൽ അവിടെ പിശാചിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ചാർലി കെർക്കിനെ കൊല്ലുവാനായിട്ട് 2 ദിവസം മുമ്പ് ഒരു ജസബേൽ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇസബേൽ എന്ന് പറയുന്ന. അവർ മന്ത്രവാദം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. മന്ത്രവാദം ചെയ്താല് കൊല്ലാൻ ഒക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാല് പൈശാചിക ശക്തിക്ക് ഡീമോണിക്, ഈ വെടിവെച്ചവരെല്ലാം ഡീമോണിക് പൊസഷൻ തീർച്ചയായിട്ടും പൈശാചിക ഇതിലാണ് ചെയ്തിരിക്കുന്നത്. വെടിവെച്ചതിന്റെ തലേദിവസം തന്നെ അവിടെ ആമസോണയില് പിറ്റേ ദിവസം വെടിവെക്കുന്നതിനെ കുറിച്ച് ഒരാള് ഒരു ബുക്ക് ഇറക്കിയതായിട്ട് ഞാൻ ഇന്ന് ഇപ്പോൾ കേൾക്കുകയുണ്ടായി. അപ്പം ഇതൊരു സംഘടിതമായ ശ്രമമാണ്. ക്രിസ്ത്യാനികളെ അവരെ തോൽപ്പിക്കുവാനൊക്കെ അവരെ വധിക്കുക എന്നുള്ളതാണ്. ഐഡിയാസ് കൊണ്ട് അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ ചാർലി കെർക്ക് ചെയ്തുകൊണ്ടിരുന്നത് യൂണിവേഴ്സിറ്റികളെല്ലാം ചെന്നിരുന്ന അവിടെ നിരീശ്വരവാദികള്, ട്രാൻസ്ജെൻഡർ ആൾക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാർ, അബോർഷനെതിരായിട്ട് ദൈവമില്ലെന്ന് പറയുന്നവർക്ക് അത് സുവിശേഷം പറഞ്ഞിട്ട് രക്ഷ യേശു ക്രിസ്തുക്കൂടെ മാത്രം, ക്രൈസ്റ്റ് ലോൺ, ഗ്രേസ് ലോൺ, ഫെയ്ത്ത് ലോൺ എന്നുള്ളത് മാത്രം അത് പ്രകടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ ചെറുപ്പക്കാരെ എല്ലാം അവര് കമ്മ്യൂണിസ്റ്റുകാര് മയക്കി അവര് ആ നില ഇടതുപക്ഷത്തേക്ക് ചായച്ചെന്ന ചാൾസ് കെർക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ 8-10 വർഷമായിട്ട് യുവാക്കളെ എല്ലാം ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരികയും അവർക്കെല്ലാം കൺസർവേറ്റീവ് ആയി. ഇന്ന് പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിലിരിക്കുന്നത് തന്നെ ചാർലി കെർക്കിന്റെ പ്രവർത്തനം മൂലമാണ്. അങ്ങനെ എന്നാൽ സാത്താന് അവരെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആ നല്ല ആ ക്രിസ്തീയ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിച്ചതുപോലെ ഈ ഷാഷിന്റെ പൈശാചിക ശക്തികളും എല്ലാം
ഈ കൂടുതലായിട്ട് മന്ത്രവാദം, ക്ഷുദ്രവും ഇതെല്ലാം ശാസബാധകളും ഒക്കെ ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ഈ രാജ്യങ്ങളിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലാണ്. മഹദിയാം ബാബിലൂടെ നമ്മൾ പഴയ ഈ ദുരാചാരങ്ങളുടെ എല്ലാം പഠിച്ചു, നിമ്രോദിന്റെ കാര്യം എല്ലാം പഠിച്ചു, അവിടുത്തെ ദേവന്മാരുടെ എല്ലാം, കാനാനി ദേവന്മാരുടെ എല്ലാം പഠിച്ചു. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചതുപോലെ, കഴിഞ്ഞ 2 ആഴ്ചകളിൽ പ്രസ്താവിച്ചത്, ഇതിനെല്ലാം ഇപ്പോഴും ഈജിപ്തിലും ഗ്രീസിലും ഒന്നും അങ്ങനെ ദേവന്മാരെ അവർ പ്രാർത്ഥിക്കും. ഇന്ത്യയിൽ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇന്ത്യയിലാണ് ഈ പശുശാസി ശക്തി കൂടുതലുള്ളത്. എന്നാൽ ഇങ്ങനെ അമേരിക്കയിൽ അങ്ങനെ ഡിമോണിക് ഒരു പ്രശ്നമില്ലായിരുന്നു പണ്ട്. എന്നാൽ ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ള നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, ശാസിന്റെ ബാധകള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടായി ഇവിടെ അമേരിക്കയിൽ അത് ഇല്ലാഞ്ഞത്? നാട്ടിലെ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ശരീരം കാണണം, അല്ലെങ്കിൽ ഒരു പെര വെക്കുകയാണെങ്കിൽ അതിന് പിന്നെ ആരുടെ ശാസ്ത്രം അനുസരിച്ച് വെക്കണം. നമ്മൾ കെട്ടിടം പണിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ശാസ്ത്രങ്ങളൊന്നും വെച്ചല്ല. ക്രിസ്തീയ മാർഗമായിരുന്നുകൊണ്ട് അവര് നല്ലൊരു സ്ഥലത്ത് പണിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം വിവാഹത്തിനാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ രാഹുകാലം കഴിഞ്ഞ നമ്മുടെ ക്രിസ്ത്യാനികൾ പോലും. അപ്പം ഇവിടെ അവരുടെ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ടാണ് കൂടുതൽ? ഇവിടെ എന്തായിരുന്നു നേരത്തെ ഇല്ലാഞ്ഞതിന്റെ? നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് ഒരു അനുമാനം ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഈസ്റ്റേൺ റിലിജിയൻ ആണ് അത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ക്രിസ്ത്യൻ കൺട്രി അല്ലേ, അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ക്രിസ്ത്യൻ കൺട്രി ആയിരുന്നു. എന്നാൽ ഇപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഭൂതബാധ ഇങ്ങനെ കഥകളെല്ലാം കേൾക്കുന്നത്, ഈ വയലൻസ് എല്ലാം കാണുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഇത് വരുമെന്ന് വേദോസ്തത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 2 വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് പിന്നെ ഒന്ന് വായിക്കുക. 2 തിമോത്തിയോസ് 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. എന്നേസും എംബ്രേസും അത് മതി, ഒന്ന് അത് 5 വരെയുള്ളത് അത് മതി. താങ്ക് യു വെരി മച്ച്. ഇവിടെ വായിക്കുമ്പം ഈ ലക്ഷണങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കാണുന്ന അന്ത്യകാലത്ത് അത് കൂടി വർദ്ധിച്ചു വരും. ഉഗ്രന്മാര് ആൾക്കാരെ എത്രയോ ഉഗ്രന്മാരായിട്ടല്ലേ ഇന്നലെ വെടിവെച്ച് കൊന്നത്. അപ്പൊ അങ്ങനെയുള്ള വധങ്ങൾ ഇപ്പം കെന്നഡിയുടെ വധത്തിന് ശേഷം അമേരിക്കയെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയൊരു ഹൃദയഭേദമായ കഥയാണ് ചാർലി കിർക്ക് വെടിവെച്ച് കൊന്നത്. പിന്നെ ലോകം മുഴുവൻ തന്നെ ഇംഗ്ലണ്ടിലെയും മറ്റു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ വരെ എല്ലാം ശോകം, അവരെല്ലാം ഞെട്ടലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അന്ത്യകാലത്ത് ഇത് വരുമെന്നുള്ളതാണ്, കൂടുതലായിട്ട് വരും. അത് 1 തിമോത്തിയോസിലെ 4:1 വായിച്ചാൽ ഒറ്റൊരു വാക്യമേ ഉള്ളൂ. 1 തിമോത്തിയോസ് 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ, ഇത് ദുരാത്മാവിനാൽ ഭൂതങ്ങളുടെ ഉപദേശമാണ് ഇപ്പം ചർച്ചകളൊക്കെ കാണുന്നത്. ഭൂതങ്ങളുടെ ഉപദേശം ക്രിസ്ത്യാനികളെയും ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കൂട്ടർ പറയുന്നുണ്ട്, പിന്നെ ഈ 23 സെപ്റ്റംബർ 23, ഇന്ന് 11 23 റാപ്ചർ നടക്കുമെന്ന് പറയുന്നത്. അതിന് മുമ്പേ വേറൊരു കൂട്ടർ ബൈബിൾ കോഡ് എന്ന് പറയുന്ന ഒരു കൂട്ടർ പറഞ്ഞ് പിന്നെ ഈ 2023 അവിടെ ഒക്ടോബർ 21 റാപ്ചർ നടക്കുമെന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർ പറഞ്ഞു ഈ 2017 സെപ്റ്റംബർ 23 റാപ്ചർ നടക്കും. എല്ലാം കാൽക്കുലേഷൻ ചെയ്താ പറയുന്നത്. അപ്പൊ ഇതെല്ലാം പൈശാചിക ശക്തി കൊണ്ടാണ് വിശ്വാസികൾക്ക് വരെ ഉണ്ട്. അപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ എവിടെ നോക്കിയാലും ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓർക്ക് അവിടെ രാവിലെ വെളുക്കാൻ നേരത്ത് തന്നെ അല്ലാഹു മുഹമ്മദ് റസൂലുള്ള
അത് കേൾക്കാം. പിന്നെ അമ്പലത്തിലെ പാട്ടുകളെല്ലാം വൈകിട്ട് കേൾക്കുന്നതിന് സന്ധ്യ നമസ്കാരം രാമ രാമ പാഹിമാം ഭൂന്ത രാമ പാഹിമാം രാമപാദം ചേരണേ ഭൂന്ത പാഹിമാം. അപ്പൊ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോകുന്നുള്ള പാട്ടൊക്കെ ക്രിസ്ത്യാനിയുടെ വീടുകളിൽ പാടുമെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന കാര്യങ്ങളാണ് അവിടെ എല്ലാ വീടുകളും. അന്തരീക്ഷം തന്നെ ഈ ഫ്ലാഷ് ഇവിടെ അമേരിക്കയിലാണെങ്കിൽ റേഡിയോ ടെലിവിഷനിൽ കൂടെ അന്തരീക്ഷം തന്നെ സുവിശേഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അന്തരീക്ഷം തന്നെ എപ്പോഴും ഈ ഹിന്ദുക്കളുടെ ഇതാണ്: കർപ്പൂരകാരം, കരുണാവതാരം, സംസാരസാരം, ഭുജകേന്ദ്രഹാരം, സദാവസന്തം, ഹൃദയാര വിന്ദേ, ഭവം ഭവാനി സഹിതം നമാമി, ഓം ശമനിവായ, ഓം നമ ശിവായ, പിന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ. ഇതെല്ലാം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. അത് ഷാഷിനെ സഞ്ചരിക്കാനുള്ള വളരെ ഈസി ആയിട്ട് സുഖത്തോടെ സഞ്ചരിക്കാം. അതുകൂടാതെ തന്നെ കൃഷ്ണന്റെ വാഹനം എന്നതാ, വിഷ്ണുവിന്റെ വാഹനം എന്നതാ, ഓർമ്മയുണ്ടോ? അനന്തൻ എന്ന് പറയുന്ന 1000 തലയുള്ള പാമ്പയിലാണ് കിടക്കുന്നത്. മെത്ത ശിവന്റെ കഴുത്ത കിടക്കുന്നത്. അപ്പൊ അത് അനന്തന്റെ സഹോദരനാണ് വാസിയാണ് ശിവന്റെ കഴുത്തെ കിടക്കുന്നത്. ബൈബിളില് ലൂസിഫറിനെ കുറിച്ച് എന്താ വെളിപാട് പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പിശാചെന്നല്ലല്ലോ, അതെ, പഴയ സർപ്പം, അതാണ് പറഞ്ഞത്. സർപ്പം എന്ന് പറഞ്ഞപ്പോൾ അത് അവരുടെ ദൈവമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ആ നിലയില് ഉള്ള ഇവിടെയും ഇതെല്ലാം വന്നിരിക്കുകയാണ്. ഇവിടെ ഈ മന്ത്രവാദവും ഈ കാര്യങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോ എല്ലാം എംറ്റി ആയി കഴിഞ്ഞു. ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം പിന്നെ ശൂന്യമായി കഴിഞ്ഞപ്പോൾ ഷാഷിനും ആ ശക്തിക്കും ഇടപെടാനുള്ള കാര്യങ്ങൾ ആയതും. അതുകൊണ്ട് ലിബറലായിട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഈ ചാർലി കിർക്കിനെ വെടിവെച്ചുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നാണ് പറയപ്പെടുന്നത്. സൂക്ഷ്മം നാളെ അറിയത്തുള്ളൂ, വെടിയുടെ തോക്ക് കണ്ടതെന്ന് അനുമാനം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതെല്ലാം ട്രാൻസ്ജെൻഡറൊക്കെ പുതിയ പരിപാടികളാ. ദൈവം ഏതും തോട്ടത്തിൽ ആദാമിനെ അപായം സൃഷ്ടിച്ച് ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ നമുക്ക് ഇന്ത്യ എന്നുള്ളവർക്ക് ഇവിടെ ഉള്ളവർക്കറിയാം, നമുസകമുണ്ട്, ഷണ്ണന്മാരുണ്ട്, അത് വേറെ. എന്നാൽ 72 പേരെ ജെൻഡർ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ ഈ ലിബറൽ പാർട്ടികള് കഴിഞ്ഞ പിന്നെ ബൈഡൻ എന്ന സമയത്ത് 72 പാർട്ടി ലിംഗ സെക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബ്രദറുകാരും പിന്നെ ഇന്ത്യക്കാരും എല്ലാം അതിന്റെ തീർച്ചയായിട്ടും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ വെള്ളക്കാരെ തന്നെ ഞാൻ കണ്ടത് ഒരു 5-10% ബ്രദറുകാരും ബന്ധക്കോസുകാരും ക്രിസ്ത്യാനികളും എല്ലാം മറ്റേ ലിബറൽ രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം ദൈവത്തിന്റെ മുമ്പ് കണക്ക്. നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിന് ഹോമോസെക്ഷുവാലിറ്റിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അത് വരും. അതിന് തീർച്ചയായും ശാപം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ശാശിന്റെ കയ്യിൽ വീഴാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഇപ്പം നമ്മൾ 18-ാം അധ്യായം എന്ന് പഠിക്കുമ്പോൾ 17-ാം അധ്യായം വാണിജ്യ ഈ ഫോൾസ് റിലിജിയൻ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ ഇത് പതിന്റെ കൂട്ടത്തിൽ വേറൊരു സംഗതി ഇവിടെ ഞാൻ പിന്നെ ഇതിടയ്ക്ക് അതിനോട് കയറുന്നതിന് മുമ്പ് വേറൊരു സംഗതി എഴുതി വെച്ചിരുന്നു. അത് ഞാനൊന്ന് പറയട്ടെ. മറ്റേ പറഞ്ഞതിനുള്ള ബന്ധത്തില് ഇപ്പൊ ഇന്നത്തെ ഒരു ന്യൂയോർക്ക് ടൈംസിൽ ഒരു വാർത്ത കണ്ടത്, സാം അൾട്ട്മൻ, ഈ ChatGPT-യുടെ കണ്ടുപിടുത്തക്കാരനാണ് പറഞ്ഞിരിക്കുന്നത്, എ ന്യൂ കമ്പനി ടു സ്കാൻ ഐറിസസ് ഓഫ് എവറി ഹ്യൂമൻ ഓൺ എർത്ത്. The World Project എന്നാണ് അതിന്റെ പേര്. It confirms that you are alive with the sensors that check for heat and movements and a number of other things. It takes a very high definition photo of your eye and create a special code which is 12,800 digit binary number. അപ്പോൾ അത് ഇന്ന് കണ്ട ഒരു വാർത്തയാണ്. എന്നുവെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ഇപ്പം നമ്മൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ നമ്മുടെ പടവും നമ്മുടെ പേരും നമ്മളെ വീഡിയോ ചോദിച്ച് ആൾക്കാരിപ്പം നമ്മളെ വിളിച്ച് ഞാനാ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു. അതുകൊണ്ട് ഇത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാര്യമാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ലോകത്തിലെ എല്ലാവർക്കും ചെയ്യാനാണ്. അപ്പം അത് നല്ലൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞാലും ഇത് ഒടുവിൽ അന്തിക്രിസ്തുവിന്റെ കയ്യിൽ ഇത് വരും. മുമ്പേ പറഞ്ഞ ഷാച്ചിന്റെ അമേരിക്കയിൽ ഞാൻ പറഞ്ഞല്ലോ, ഷാച്ചിൽ വന്നെന്നുള്ളതിന്റെ ഈ ഇവിടുത്തെ ഈ ഹിന്ദു മതത്തോട് ചേർന്ന ഇവിടുത്തെ ചില മൂവികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയമുണ്ടോ? ഇവിടെ കഥകളോ വല്ലോ അമേരിക്കയിലെ? ഇവിടെ 10 പ്രധാന മൂവികളുണ്ട് ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അമേരിക്കയിലും ഇന്ത്യയിലെ പോലെ ഷാഷിന്റെ അധീനതയിൽ വരിക എന്നുള്ള
അപ്പൊ അന്തിക്രിസ്തുവിന്റെ ഫോഴ്സ് റിലീജിയന് മഹദിയാം ബാബിലോണിന് ഇവിടെ അമേരിക്കയും അത് കൂട്ടിരിക്കുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അത് 10 പേര് ഞാൻ വായിക്കാം. ഇപ്പം 10 അവതാർ എന്നുള്ള പേര്. പിന്നെ സ്റ്റാർ വാഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. സ്റ്റാർ വാഴ്സ് പിന്നെ മൂവി ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ക്യാപ്റ്റൻ കർക്കും എല്ലാം കൂടെ TV-യിൽ എല്ലാ ആഴ്ചയിൽ 1-2 ദിവസം കാണിക്കുമായിരുന്നു സ്റ്റാർ വാഴ്സ്. പിന്നെ ഇൻസെപ്ഷൻ, ഡോക്ടർ സ്ട്രേഞ്ച്, മാട്രിക്സ്, ഓപ്പൻഹൈമർ, ഇന്റർസ്റ്റെല്ലർ, ഡാർക്ക് നൈറ്റ്, ദ മാട്രിക്സ് 1999, വാച്ച്മെൻ, എക്സ്മെൻ, അപ്പോക്കലിപ്സ്. അപ്പൊ ഇങ്ങനെ 10 മൂവികൾ ഇന്ത്യയിലെ ദൈവങ്ങളെ ഒക്കെ വെച്ചിട്ട് അതിന്റെ രീതിയിലാണ് ഇവിടെ വന്ന് ഒത്തിരി ആൾക്കാർ, ഞാൻ പറഞ്ഞു വന്നൊരു സാരം ആ നിലയിൽ പിന്നെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി യഥാർത്ഥ ഫണ്ടമെന്റൽ ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. അതാണ് എന്നാൽ 18-ാം അധ്യായത്തിൽ വരുമ്പം ഈ 17-ാം അധ്യായത്തിൽ കണ്ട് വ്യാജ ബാബിലോണിനെ അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും ജനങ്ങൾ തന്നെ നശിപ്പിക്കുമെങ്കിലും ഈ 18-ാം അധ്യായത്തിൽ വരുന്ന അവിടെ വാണിജ്യ കൊമേഴ്ഷ്യൽ ബാബിലോണിനെ കുറിച്ചാണ് അവിടെ പ്രസ്താവിക്കുന്നത്. നമുക്കത് വെളിപ്പാട് പുസ്തകം 18-ന്റെ 1 മുതൽ 10 വരെ വായിക്കുകയിൽ സൗരമാര് 5 വാക്യം ഒരാളും മറ്റേ ഒരു 5 വാക്യം വേറൊരാളൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പീൻ. അവളെ വിട്ടു പോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അടുത്ത 5 വാക്യം. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുകയും അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ച് കൊടുക്കുകയും അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുക്കുകയും അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളിച്ചടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുകയും രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയുകയും അവളെ ന്യായം വിധിച്ച് ദൈവമായ കർത്താവ് ശക്തനല്ലോ. മതിയോ? അതോ 10 വരെ വായിച്ചോ? അവളോടുകൂടി വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാർത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. താങ്ക് യു വെരി മച്ച്. അപ്പം 1 മണിക്കൂർ കൊണ്ടാ ഇത്. ഇപ്പൊ മറ്റേതൊക്കെ പല നാളുകൾ കൊണ്ടാണ് തകർന്നത്. ഇവിടെ ഇത് കാണുന്നെന്ന് പറഞ്ഞാൽ മാസങ്ങളോ ദിവസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടല്ല, 1 മണിക്കൂറിനകം എല്ലാം ഈ ഈ വാണിജ്യ ബാബിലോൺ, കൊമേഴ്ഷ്യൽ ബാബിലോൺ ഇല്ലാതാകുമെന്നാണ് കാണുന്നത്. ലോകാവസാനത്തിന്റെയും ക്രിസ്തുവിന്റെ 2ാം വരവിന്റെയും അടയാളം എന്തായിരിക്കും? ദൈവം മനുഷ്യചരിത്രത്തിൽ ഇടപെടുമ്പോൾ ക്രിസ്തുവിന്റെ മൂടുപടം നീങ്ങി കർത്താവായി അവൻ വെളിപ്പെടും. അപ്പൊ ക്രിസ്തുവിന്റെ മൂടുപടം നീങ്ങി എന്ന് പറഞ്ഞ എങ്ങനെയാണ് 2ാം കർത്താവ്? അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത്? ഏത് മൂടുപടമാണ് മാറുന്നത്? ഇവിടെ വെളിപ്പാട് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു വളരെ ശക്തിയോടുകൂടെ രാജാവായിട്ടാണ് വരുന്നത്, കർത്താവായിട്ടാണ് വരുന്നത്. അങ്ങനെയായിരുന്നു യേശു ക്രിസ്തു ആദ്യം വന്നപ്പോഴ്. അപ്പൊ അതാണ് അതിന്റെ. അപ്പൊ അത് ക്രിസ്തുവിന്റെ മൂടുപടം നീങ്ങി കർത്താവായി അവൻ വെളിപ്പെടും. അപ്പൊ വെളിപാട് 19-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച്
രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യായം 20 സാത്താൻ ബന്ധിക്കപ്പെടുന്നതിനെ കുറിച്ചും സാധാരണ വാഴ്ചയെ കുറിച്ചുമാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അധ്യായം 21, 22 പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്നിവയെ കുറിച്ച് വിവരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ സംഭവങ്ങൾ കാലാനുക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ 16 അധ്യായത്തിന് ശേഷം 19 അധ്യായമാണ് വരേണ്ടിയിരുന്നത്. അത് ഞാൻ നേരത്തെ പ്രസ്താവിച്ചത്. 16 ശേഷം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 19 അധ്യായം. എന്നാൽ അതിന്റെ ഇടയ്ക്ക് 16 19 അധ്യായങ്ങൾക്ക് ഇടയ്ക്ക് ഒരിടവേളയാണുള്ളത്. അതാണ് നമ്മളിപ്പം 17 18 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്. 17 18 അധ്യായങ്ങൾ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ യോഹന്നാനോട് വരിക, പെരുവെള്ളത്തിന്മേലെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ നിഷേധിക്കുകയും ദൈവത്തെ കൂടാതെ ജീവിക്കുകയും ചെയ്ത ബാബിലോൺ പട്ടണത്തിന്റെ ന്യായവിധിയാണ് ദൂതൻ യോഹന്നാനെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഈ ഇടവേളയിൽ വേശ്യയെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ബാബിലോൺ മതവ്യവസ്ഥയാകുന്ന മർമ്മത്തിന് സംഭവിക്കുന്ന ദൈവക്രോധം 17 അധ്യായത്തിൽ യോഹന്നാന് തുറന്നു കാണിക്കുന്നു. 18 അധ്യായത്തിൽ ഭൂമിയിലെ വാണിജ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക കേന്ദ്രമാകുന്ന ബാബിലോൺ പട്ടണത്തിനുണ്ടാകുന്ന ദൈവക്രോധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 17 അധ്യായത്തിലെ അതിനുശേഷം ഇത് വാണിജ്യ ബാബിലോണിന്റെ നാശത്തെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ബാബിലോൺ പ്രവചനത്തിൽ ബാബിലോണിന്റെ ഒടുവിലത്തെ നാശത്തെ കുറിച്ച് 2 തവണ നാം വായിക്കുകയുണ്ടായി. വെളിപ്പാട് 14:8 വീണുപോയ തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച് മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായി. അതവിടെ എഴുതിയിട്ടുണ്ട്. ദൂതൻ അത്യുച്ചത്തിൽ പറഞ്ഞത് വെളിപ്പാട് 16:19 അവിടെ പറയുന്നത്, 7ാമത്തെ ദൂതൻ ദൈവത്തിന്റെ ക്രോധകലശം ആകാശത്തിൽ ഒഴിച്ചു. തുടർന്ന് എഴുതിയിരിക്കുന്നത്, ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദീപം ഓടിപ്പോയി. വെളിപാട് 18 അധ്യായത്തിൽ ബാബിലോണിന്റെ പെട്ടെന്നുള്ള നാശത്തെ കുറിച്ച് അവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന തുടർമാന പ്രക്രിയയിലൂടെ അല്ല ബാബിലോൺ നശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ മണിക്കൂറിനകം നീലാകാശത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് സംഭവിക്കും. ഇതൊരു മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്നത് കൊണ്ട് ഇത് ലോകം മുഴുവന് വളരെ ഭയപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. യെരൂശലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പട്ടണമാണ് ബാബിലോൺ. 260-ലധികം തവണ ബാബിലോൺ എന്ന പദപ്രയോഗം ബൈബിളിലുണ്ട്. യെരമ്യാ പ്രവചനം 50-51 അധ്യായത്തിൽ തന്നെ മാത്രം 37 പ്രാവശ്യം ബാബിലോൺ എന്ന പദം കാണുന്നു. ഭൂമിയിലെ ആദ്യത്തെ ശക്തനായ ഏകാധിപതിയായിരുന്ന നെബൂഖദ്നേസറിന്റെ സുവർണ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ബാബിലോൺ നഗരം. നമ്മൾ നേരത്തെ ഇതെല്ലാം പഠിച്ചതാണ്. യഹൂദ ദേശവും ശലോമോൻ നിർമ്മിതമായ ദൈവത്തിന്റെ ആലയവും നശിപ്പിച്ച രാജാവിന്റെ പട്ടണമാണ് ബാബിലോൺ. ബാബേൽ നദിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാബിലോൺ പ്രവാസ നഗരമാണ്. അപ്പം ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് പാടുന്ന ഞാൻ അതിനകത്ത് എഴുതിയായിരുന്നു. 137 സങ്കീർത്തനം വായിച്ചായിരുന്നു ആരെങ്കിലും? ഞാൻ ആ പാട്ട് രണ്ടും കേട്ടു, ഇംഗ്ലീഷും മലയാളവും കേട്ടു. ഇഷ്ടപ്പെട്ടോ? അത് പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് കേട്ടിട്ടുള്ളതാ, നേരത്തെ കേട്ടിട്ടുള്ളതാ. ഓക്കെ, പാട്ട് കേട്ടുള്ളതാ. അപ്പൊ അത് വായിക്കാൻ സമയമുണ്ടോ? 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് അത് വായിക്കുന്നല്ലേ? സങ്കീർത്തനം വായിക്കാനോ? അല്ല, 137 സങ്കീർത്തനം. ബാബേൽ നദി തീരത്ത് ഞങ്ങൾ ഇരുന്നു, കട്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ വ്യഥരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇടിച്ചു കളയുവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളയുവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ, യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേ പോലെ നിന്നോട് ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ.
താങ്ക് യു ബേബി. അത് അപ്പൊ ഇതിന്റെ സമ്മറി എന്നാന്ന് വായിച്ച് പറയാൻ പറ്റുമോ? എന്തോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാനും പറ്റുമോ? ായിരുന്നപ്പോ അവരെ ആ നദീതീരത്ത് വെച്ച് പാടാൻ പറഞ്ഞപ്പോ പാടുന്നേ സാധിക്കുന്നില്ല, അവരുടെ സങ്കടം അറിയുകയാണ്. ഓക്കെ, അതെ. അപ്പൊ എന്നാൽ വേറൊരു സംഗതി, ഈ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ നാശം പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു. അപ്പൊ ഉദാഹരണം ഇത് ഞാൻ പറയാൻ കാര്യം, ചോദിക്കാൻ കാര്യം പ്രത്യേക കാര്യമുണ്ട്. ഈ ക്ലബ് ഹൗസിലും വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പം മുഴുവൻ ഗ്രൂപ്പുണ്ട്, എല്ലാവരും യൂട്യൂബും അല്ലേ. അപ്പൊ അതിൽ ഒത്തിരി ഡിബേറ്റ്സ് ഒക്കെയാണ് നടക്കുന്നത്. ഡിബേറ്റ്സ് നടക്കുമ്പോൾ ഹിന്ദുക്കളും വരും, മറ്റ് സമുദായക്കാരും വരും. നിങ്ങളുടെ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറമെ പിടിച്ച് അടിച്ചു കളയാൻ ഭാഗ്യവാന്മാരെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ഒന്നും പറയാനില്ല. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ശരിയോന്ന് അറിഞ്ഞുകൂടെ, കേരളത്തിൽ നടന്ന ഈ വാക്യം വായിച്ചേച്ച് ഒരു കൊച്ചിനെ പിന്നെ പാറലടിച്ച് കൊന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞതാ. പിന്നെ അലോൺ ഹാമച്ച്. അപ്പം അതിന്റെ അർത്ഥം എന്തോ ആക്കി ഞങ്ങളോട് ചെയ്ത അപേക്ഷിക്കുക. ഞങ്ങളോട് ആ പ്രവാസികളുടെ കുഞ്ഞുങ്ങളെ ബാബേൽ നിവാസികൾ പാറമേലടിച്ചു അതുപോലെ പ്രാർത്ഥിക്കുക. അപ്പം അതിപ്പം ഇത് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പം അത് ശരിയാണ് ഉത്തരം. എന്നാല് പലരും മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ശബ്ദം വളരെ ഇതായിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഇത് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കുന്നത് ഇത് ഇപ്പൊ ഇവര് പറയുന്നത് നിങ്ങളുടെ യഹോവ പറയുന്നു. യഹോവയാണോ ഇത് പാട്ട് എഴുതിയതാരാ? യഹോവ പറഞ്ഞതാണോ ഈ 137 സംഘത്തിൽ പാട്ട് എഴുതിയതാരാ? അവിടെ ഒന്ന് ദാവീദ് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ലായിരിക്കും ഞാൻ പറയും. അല്ല, അങ്ങനെ ദാവീദ് അവിടെ ബാബിലോണിൽ കൊണ്ടുപോയ കൂട്ടത്തിലില്ലല്ലോ. ബാബിലോണില് നെബൂഖദ്നേസർ ബാബിലോണിൽ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി. ദാനിയലിന്റെ കാലത്തൊക്കെ 587 BC കൊണ്ടുപോയപ്പോ അവിടെ നിങ്ങൾ പാട്ടുപാടാൻ പറഞ്ഞപ്പം പിന്നെ അവിടെ യഹോവ പറഞ്ഞാന്നോ ഇങ്ങനെ ഇത് പറഞ്ഞത്? യഹോവയുടെ സംസാരമാണോ? അല്ലല്ലോ. അപ്പൊ നമ്മള് ഇതിന്റെ ഇടയ്ക്ക് എന്നാൽ എനിക്കിത് പറയാനുള്ളത്, നമ്മൾ ഇത് പഠിക്കുന്നതെല്ലാം നല്ലതാ. പക്ഷെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. യഹോവയാണെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ പ്രവാസത്തിൽ പിടിച്ചു പോയ അതിൽ ഒരുത്തൻ അവര് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചപ്പോ അതിൽ ഒരാൾ പറഞ്ഞതാണ്. അതിലൊരുത്തൻ അന്നേരം അപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങളെ പിന്നെ ഇവിടെ ഈ ഏതോമ്യര് അവര് ഇങ്ങനെ പാറമേലടിച്ചു, അതുപോലെ അങ്ങനെ വരട്ടെ എന്നുള്ള ഇതാണ്. അപ്പൊ ഇത് ഞാനൊരു യൂട്യൂബ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞ പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് താല്പര്യം, മെജോറിറ്റി ആൾക്കാരുടെ താല്പര്യമുണ്ട്. ഞാൻ യൂട്യൂബ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ടെക്സ്റ്റ് വേണമെങ്കിൽ ഈ പാറമേൽ അടിക്കുന്നതിനെ കുറിച്ചുള്ള ഞാൻ വേണമെന്നുള്ള മെജോറിറ്റി ആൾക്കാർ പറയുന്നത് ഞാൻ ടെക്സ്റ്റ് അയച്ചു തരാം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ. അത് ഇപ്പൊ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു എന്ന് പറയുമ്പോൾ ആ ഇരുന്നവരിൽ ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനികള് ഈ ഡിബേറ്റിന് ഹിന്ദുക്കളുമായിട്ടും മുസ്ലിങ്ങളുമായിട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ശരിക്കും വായിച്ചു പോയിരുന്നെങ്കിൽ അവിടെ തല കുനിച്ച് പിന്നെ സുല്ല് പറഞ്ഞു നിങ്ങളുടെ യഹോവ പറഞ്ഞു പിള്ളേരെ പാറയിലടിച്ച് കൊല്ലാൻ പറഞ്ഞു. യഹോവ അല്ല പറഞ്ഞത്, അവിടെ ആ സമയത്ത് ആരായിരുന്നു ബാബേൽ നദികളുടെ തീരത്ത്? അതെ ഞാൻ പറഞ്ഞപ്പോ ഹിന്ദുക്കളുടെ വാദമാണ് ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾ ഇത് പറഞ്ഞപ്പം ഈ നമ്മുടെ ക്രിസ്ത്യാനികളോട് ഇതിങ്ങനെ പറഞ്ഞു യഹോവ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ആൾക്കാര് അതിന് മറുപടി പറഞ്ഞ പോലെ, നിങ്ങളിപ്പം പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞില്ല അവരോട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പലയിടത്ത് കേട്ടത് കൊണ്ടാണ് ഈ വാക്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ടെക്സ്റ്റ് ഞാൻ അയച്ചു തരാം. അതൊന്ന് അയച്ചു തന്നേരും. സണ്ണി എഴുതിയത് എന്തോന്ന് ഞങ്ങൾക്കൊന്ന് വായിക്കാമല്ലോ. അപ്പം
നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ ഫോർമുല അറിയാം, എല്ലാവർക്കും ഞാൻ നിങ്ങൾ പറഞ്ഞ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ക്രിസ്ത്യാനികളെ പിടിക്കാൻ നോക്ക്. ഓരോരുത്തർ ബാക്കി ഇവിടെ കണ്ടില്ല, നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു. അത് ശരി, അങ്ങനെ എഴുതിയിരിക്കിട്ടുണ്ട്. അതിപ്പോ ആരാ എഴുതിയിരിക്കുക? കൽപ്പന. ഇപ്പൊ ബൈബിളിൽ രണ്ട് കാര്യമാണ്, ഡിസ്ക്രിപ്ഷനും ഉണ്ട്. നമ്മൾ മരുന്ന് വാങ്ങുന്നത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ തരാം, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയും. അത് കൽപ്പനയുണ്ട്, പിന്നെ വിവരണങ്ങളുമുണ്ട്. അവിടെ സംഭവങ്ങൾ ഡിസ്ക്രിപ്ഷനാണ്, അത് കൽപ്പനയല്ല. അപ്പൊ ഇങ്ങനെയാണ് വേദോസം. ആരെങ്കിലും നമ്മളെ എടുത്ത് കണ്ടോ നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പിള്ളേരെ പിടിച്ചടിക്കാൻ പറഞ്ഞു, ആ യോഗയല്ല പറഞ്ഞ അവിടെ. അത് ശരിക്കും വായിച്ചേച്ച് അവിടെ വന്ന അവിടത്തിൽ ഒരാളാണ് അവിടെ എഴുതിയിരിക്കുന്നതാണ്. അതാണ് നമ്മൾ പറയേണ്ടത്. ഇനി എന്തെങ്കിലും വേറെ ചോദിക്കാനുള്ള സമയം തീർന്നതുകൊണ്ട് ഇത് എപ്പിസോഡ് 1 ആണ്. പിന്നെ വേറെ എപ്പിസോഡ് വരുന്ന ദൈവം എപ്പിസോഡ് 2 എടുക്കാം. ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. എന്താ ബേബി സിസ്റ്റർ? ഈ കൊമേഴ്ഷ്യൽ ബാബിലോണിന്റെ നാശത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ, അപ്പം ഇന്നാന്നേലും കേരളത്തിലൊക്കെ പണ്ട് മുതലേ വലിയ വലിയ ബിസിനസ്സുകാരായിട്ട് ഇരുന്നവരൊക്കെ ഇപ്പൊ അവരുടെ കടകൾ പൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണോ? അത് വ്യത്യാസമാണ്. അത് ഈ എക്കണോമിക് ചേഞ്ചസിന്റെ സോഷ്യലിസത്തിൽ നിന്നുള്ള ഈ കമ്പനികൾ വന്നുകൊണ്ടുള്ള ഒരു ലോക്കൽ ഇതങ്ങനല്ല. ബാബിലോണിന്റെ നാശം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഭയങ്കര കുതിച്ചുയർന്ന ഏറ്റവും ലോകം മുഴുവൻ ഈ പട്ടണം നശിക്കുമ്പോൾ കംപ്ലീറ്റ് ലോകത്തെ, കേരളത്തിൽ ഇപ്പൊ ഒരു കട പൂട്ടിയത് കൊണ്ട് ലോകത്തെ മുഴുവൻ ബാധിക്കില്ല. ഇത് ഈ ബാബിലോൺ തകരുമ്പം കംപ്ലീറ്റ് 5 വൻകരയും ബാധിക്കും. ഭയങ്കര സർവനാശമായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റേ പോർട്ടലും ഇതെല്ലാം പണ്ട് പോലെ ഉണ്ടല്ലോ. അപ്പൊ ലോക്കലായിട്ട് ഇത് യൂണിവേഴ്സൽ ഇതാണ്. ഭയങ്കര 1 മണിക്കൂർ കൊണ്ട് ഒരു ഹൈഡ്രജൻ ബോംബോ ആറ്റം ബോംബോ വല്ലതും ആയിരിക്കാം. ഐ ഡോണ്ട് നോ. വരും ദിവസങ്ങൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.